ലക്ഷദ്വീപിലെ ആന്ത്രോത്തിൽ നിരവധി വിദ്യാർത്ഥികളുടെ പഠനം മുടങ്ങുകയാണ്. മലയാളം മീഡിയമായിരുന്ന JB സ്കൂൾ അടച്ചുപൂട്ടി മറ്റൊരു സ്കൂളുമായി ലയിപ്പിച്ചതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. സ്കൂൾ ലയനത്തിനെതിരെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പ്രതിഷേധത്തിലാണ്. വിവരങ്ങളുമായി ഷബ്ന സിയാദ് നമുക്കൊപ്പം ചേരുകയാണ്. ഷബ്ന, എന്തുകൊണ്ടാണ് ഈ സ്കൂൾ അടച്ചുപൂട്ടാനുള്ളൊരു നീക്കമുണ്ടായത്? ബിനിൽ, ലക്ഷദ്വീപിലെ അഗത്തിയിലും അതോടൊപ്പം തന്നെ ആന്ത്രോത്ത് ദ്വീപിലും 2 സ്കൂളുകൾ മറ്റൊരു സ്കൂളുമായി ലയിപ്പിച്ചിരുന്നു. ഇതിൽ അഗത്തിയിലും അതോടൊപ്പം തന്നെ ആന്ത്രോത്തിലും വലിയ പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. ഈ പ്രതിഷേധക്കാർ തന്നെ വ്യക്തമാക്കുന്നത് മലയാളം മീഡിയമായിരുന്ന JB സ്കൂളാണ് ഈ ആന്ത്രോത്തിൽ അടച്ചുപൂട്ടി മറ്റൊരു സ്കൂളുമായി ലയിപ്പിച്ചിട്ടുള്ളത്. സ്കൂൾ ലയനത്തെ തുടർന്ന് വിദ്യാർത്ഥികളൊന്നും തന്നെ ഈ പ്രവേശനോത്സവം കഴിഞ്ഞതിന് ശേഷവും സ്കൂളിൽ ഇതുവരെയും പോയിട്ടില്ല. ഇവർ രാവിലെ സ്കൂളിന് മുന്നിലെത്തുകയും അടച്ചിട്ട ഗേറ്റിന് മുന്നിൽ പ്രതിഷേധിക്കുകയും പിന്നീട് തിരിച്ചു പോവുകയുമാണ് ഇപ്പോൾ പതിവ്. കഴിഞ്ഞ 9-ാം തീയതിയാണ് ഈ ഇരു സ്കൂളുകളും തുറന്നത്, അവിടെ സ്കൂളുകൾ തുറന്നത്. പക്ഷേ അതിനുശേഷം ഇതുവരെയും വിദ്യാർത്ഥികൾ പഠനം തുടങ്ങാനായിട്ടില്ല. കാരണം ലക്ഷദ്വീപ് ഭരണകൂടം ഏകപക്ഷീയമായി സ്കൂളുകൾ അടച്ചുപൂട്ടി എന്നാണ് പ്രതിഷേധക്കാർ വ്യക്തമാക്കുന്നത്. വലിയ യാത്രാ പ്രതിസന്ധിയുള്ള സ്ഥലമാണ് ലക്ഷദ്വീപ്. 3 കിലോമീറ്റർ അപ്പുറമാണ് പുതിയ സ്കൂൾ ഇപ്പോൾ ഉള്ളത്. 2 സ്കൂളുകൾ തമ്മിൽ ഒരുമിച്ചാക്കുമ്പോൾ ഈ വിദ്യാർത്ഥികൾക്ക് ഈ സ്കൂളിലെത്താനുള്ള യാത്രാ സൗകര്യമോ മറ്റ് അനുബന്ധ സൗകര്യങ്ങളോ ഒന്നും തന്നെ ഒരുക്കിയിരുന്നില്ല. അതോടൊപ്പം തന്നെ മാതാപിതാക്കളോടോ അല്ലെങ്കിൽ ഈ സ്കൂൾ PTA ആലോചിക്കാതെയും ഏകപക്ഷീയമായി സ്കൂൾ അടച്ചുപൂട്ടുകയായിരുന്നു. ഇതിലാണ് വലിയ പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത്. ഈ ആന്ത്രോത്ത് ദ്വീപിൽ ഇതുവരെയും കുട്ടികൾ സ്കൂളിൽ പോയി മറ്റൊരു സ്കൂളിൽ പോയി പഠനം തുടങ്ങാൻ സാധിച്ചിട്ടില്ല. അവർ പ്രതിഷേധത്തിൽ തന്നെയാണ്. ഏതായാലും നിയമപരമായി ഇതിനെ നേരിടുക എന്നതാണ് ലക്ഷദ്വീപ് നിവാസികൾ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഹൈക്കോടതിയിൽ ഇവർ ഇതുമായി ബന്ധപ്പെട്ട് ഹർജി നൽകിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള ഷെയ്ഖ് മുജീബ് റഹ്മാൻ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ഷെയ്ഖ് മുജീബ് റഹ്മാൻ, എന്തുകൊണ്ടാണ് ഈ സ്കൂൾ അടച്ചുപൂട്ടുന്നത് എന്ന് സംബന്ധിച്ച് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ എന്തെങ്കിലും മറുപടി നൽകിയിട്ടുണ്ടോ നാട്ടുകാർക്ക്? ഒരു കാരണവുമില്ലാതെയാണ് സ്കൂൾ അടച്ചുപൂട്ടുന്നത്. ലക്ഷദ്വീപിലെ ഏറ്റവും നല്ല ഒരു JB സ്കൂളായിരുന്നു. 60 വർഷക്കാലം മുമ്പേ സർവീസ് തുടങ്ങിയ ഒരു സ്കൂള് ഒരു കാരണവുമില്ലാണ്ട് മലയാളം മീഡിയത്തെ ഇവിടെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളൊരു ഹിഡൻ അജണ്ട ഉണ്ട് എന്ന് സംശയിക്കപ്പെടുന്നു. മാത്രവുമല്ല 1, 2, 3, 4 പഠിക്കുന്ന കുട്ടികൾ ഇപ്പോൾ ഒരു കിലോമീറ്റർ 1.5 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഈ സ്കൂളിൽ വരുമ്പോൾ ഇനി ഇവർ പോവേണ്ടത് ഗവൺമെന്റ് അനുശാസിക്കുന്ന അനുസരിച്ച് ഇവർ ഇനി പോവേണ്ടത് ഏതാണ്ട് 3 കിലോമീറ്റർ ദൂരെയുള്ള സ്കൂളിലേക്കാണ്. ഒരു കാരണവശാലും കുട്ടികൾക്ക് ഇവിടുത്തെ ലക്ഷദ്വീപിന്റെ പ്രത്യേക സാഹചര്യത്തിൽ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളില്ല, അതുപോലെ സ്കൂൾ ബസ് സൗകര്യങ്ങളില്ല. ഇങ്ങനെയുള്ള ഒരു പ്രദേശത്ത് ഈ പിള്ളേർ സ്കൂളിൽ എത്തുക എന്നുള്ളതും തിരിച്ചു വരിക എന്നുള്ളതും വലിയ ശ്രമകരമായ ഒരു കാര്യമാണ്. അപ്പോൾ അവരുടെ രക്ഷിതാക്കൾ ഒന്നിരിക്കൽ അവരെ കൊണ്ടുപോയി ദിവസവും വിടണം, അവരെ എടുക്കണം. അവരെ നാടൻ ജോലി ചെയ്ത് ജീവിക്കുന്ന സാധാരണക്കാരാണ് ഇവിടുത്തെ രക്ഷിതാക്കളിൽ ഭൂരിഭാഗവും. അവരുടെ പണികൾ അതുകൊണ്ട് തടസ്സമുണ്ടാകും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ഈ 2019 ലക്ഷദ്വീപില് ഒരു സ്കോളർഷിപ്പ് എക്സാം നടന്നു. അവരുടെ കഴിവ് പരിശോധിക്കാൻ വേണ്ടിയുള്ള JB സ്കൂളുകളിൽ 6-ാം ക്ലാസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നടന്ന എക്സാമില് ലക്ഷദ്വീപിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ യോഗ്യത നേടിയത് ഈ സ്കൂളിൽ നിന്നാണ്. ഈ സ്കൂളിൽ വലിയ വലിയ മഹാന്മാരൊക്കെ പഠിച്ചിറങ്ങിയ സ്കൂളാണ്. ഈ സ്കൂൾ ഒരു കാരണവുമില്ലാതെയാണ് ഇപ്പോൾ അടച്ചുപൂട്ടുന്നത്. അത് എന്ത് രീതിയിലായാലും ഇന്ന് വരെ ഇപ്പോൾ ഈ സ്കൂള് ഓപ്പൺ ചെയ്തിട്ട് ഏതാണ്ട് 9-ാം ദിവസമാണെന്ന്. ഇതുവരെ സ്കൂളിലെ ഒരു കുട്ടി പോലും മറ്റൊരു സ്കൂളിലേക്ക് അഡ്മിഷന് വേണ്ടി പോയിട്ടില്ല. അതുപോലെ പ്രവേശനോത്സവം കഴിഞ്ഞു, 1-ാം ക്ലാസ്സിലേക്ക് ചേരേണ്ട പ്രദേശവാസികൾ മറ്റു സ്കൂളുകളിലേക്ക് പോയിട്ടില്ല. അപ്പോൾ ഇവരെ ആകെ കൂടി ലക്ഷദ്വീപിന്റെ വിദ്യാഭ്യാസ മേഖലയെ താറുമാറാക്കുന്ന രീതിയിലുള്ള ഒരു നിയന്ത്രണവുമായിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അഗത്തി ദ്വീപിലും സമാനമായ ഒരു സ്കൂൾ അടച്ചുപൂട്ടൽ സംഭവം നടക്കുന്നുണ്ട്. അവിടെയും പ്രതിഷേധം നടക്കുന്നുണ്ട്. ഇത് ആന്ത്രോത്ത് ദ്വീപിലാണ്. അപ്പോ ശ്രീ ഷെയ്ഖ് മുജീബ് റഹ്മാൻ, എത്ര വിദ്യാർത്ഥികളാണ് ഇവിടെ ഈ മലയാളം പഠിക്കുന്നത്? എത്ര വിദ്യാർത്ഥികളാണ് ഈ വിഷയത്തിൽ ദുരിതം അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ പഠനം പ്രതിസന്ധിയിലായി നിൽക്കുന്നത്? ഇവിടെ ഇപ്പോൾ ഏകദേശം 135-ൽ കൂടുതൽ കുട്ടികൾ പഠിക്കുന്നുണ്ട്. 1-ാം ക്ലാസ്സിലെ അഡ്മിഷൻ വരുമ്പോൾ അത് ചെറിയ വ്യത്യാസം വരും. അപ്പോൾ 135ഓളം വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസമാണ് ഇന്ന് ചോദ്യചിഹ്നമായി മുന്നിൽ നിൽക്കുന്നത്. ഇത്രയും ദിവസമായിട്ട് അവരുടെ പഠിപ്പ് മുടങ്ങിയിരിക്കുകയാണ്. 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കണമെന്ന് അനുശാസിക്കുന്ന നിയമം തന്നെ വയലേറ്റ് ചെയ്തുകൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇങ്ങനെ ഒരു നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്.
മുജീബ് റഹ്മാൻ, ഒറ്റ കാര്യം കൂടി, ഈ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ ദ്വീപ് നിവാസികളുടെ പരമ്പരാഗതമായ രീതിക്കൊക്കെ വിരുദ്ധമായി പല പ്രവൃത്തികളും ചെയ്യുകയും അത് ദ്വീപിലെ ആകെ മനുഷ്യരുടെ പ്രതിസന്ധിക്ക് അല്ലെങ്കിൽ ജീവിതത്തെ ബാധിക്കുകയും ചെയ്തതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നല്ലോ നേരത്തെ, മുൻ ലഫ്റ്റനന്റ് ഗവർണറുടെ വരവുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ. ഈ സംഭവം ആ വിധത്തിൽ ഉള്ള ഒരു അഡ്മിനിസ്ട്രേഷന്റെ ആ നയങ്ങളുടെ ഭാഗമായിട്ടാണോ? തീർച്ചയായിട്ടും ആ നയങ്ങളുടെ ഭാഗമായിട്ടാണ്. ഈ അടുത്താണ്, ഈ കഴിഞ്ഞ പ്രാവശ്യമാണ് ഈ അക്കാഡമിക് ഇയർ മുതൽ അറബിയും മലയാളവും അറബിയും മഹലും ലക്ഷദ്വീപിലെ വിദ്യാലയങ്ങളിൽ നിന്ന് എടുത്തു മാറ്റിക്കൊണ്ടൊരു ഉത്തരവ് വന്നിരുന്നു. അതിനെതിരെ കോടതിയിൽ പോയി കോടതി അതിന് ഞങ്ങൾക്ക് അനുകൂലമായ ആ ഒരു ഉത്തരവാണ് തന്നിരിക്കുന്നത്. അതുപോലെ ഈ ഒരു വിഷയത്തിലും ഇത് ലക്ഷദ്വീപിന്റെ വിദ്യാഭ്യാസ മേഖലയെ തകർക്കുക എന്നുള്ള ഒരു ഗൂഢലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ മേഖലയിലുള്ള വിദഗ്ധന്മാരുമായിട്ടോ അതുപോലെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികളുമായിട്ടോ ഒന്നും ഒരു രീതിയിലുള്ള ചർച്ചകൾ നടത്താതെ ഏകപക്ഷീയമായ തീരുമാനങ്ങളാണ് ഇവിടെ കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ശരി, വളരെ നന്ദി ശ്രീ ഷെയ്ഖ് മുജീബ് റഹ്മാൻ. ഇപ്പോൾ അദ്ദേഹം ഒരു നാട്ടുകാരൻ പ്രതികരിച്ചതുപോലെ തന്നെ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ലക്ഷദ്വീപ് ജനനിവാസികൾക്ക് അല്ലെങ്കിൽ ആ നാട്ടുകാർക്കെതിരായിട്ടുള്ള നയങ്ങളുടെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ ഈ മലയാളം പഠിപ്പിച്ചുകൊണ്ടിരുന്ന JB സ്കൂൾ അടച്ചുപൂട്ടി മറ്റൊരു സ്കൂളുമായി ലയിപ്പിക്കാനുള്ള തീരുമാനം ഉണ്ടായത്. അതോടുകൂടി മലയാളം മീഡിയമായിരുന്ന JB സ്കൂൾ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. നമുക്കറിയാം, ലക്ഷദ്വീപ് ഒരു ദ്വീപ് സമൂഹമാണെങ്കിൽ പോലും മലയാളികൾ തന്നെയാണ് അവിടെ താമസിക്കുന്ന ആളുകൾ. ലക്ഷദ്വീപ് ഭാഷ ഉണ്ടെങ്കിൽ പോലും മലയാളമാണ് അവരുടെ എല്ലാം തന്നെ അടിസ്ഥാനം എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ്. ഷെയ്ഖ് മുജീബ് റഹ്മാൻ എന്ന് പറയുന്ന തദ്ദേശവാസിയാണ് നമ്മളോട് സംസാരിച്ചത്. ഷബ്ന സിയാദാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്.